വാരുദ്ര വാ. നീ വന്നു അല്ലേ? നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വാ. അവള് പാവമായിരുന്നുടാ. നിനക്ക് വേണ്ടി മാത്രം അവള് കാത്തിരിക്കുന്നത്. അവളെ നിന്റെ ഒപ്പം തന്നെ വെച്ചോടാ. നീ ഇല്ലാതെ അവള് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഏത് സമയവും പിള്ളേരെ പോലെ കരഞ്ഞോണ്ടിരിക്കുക. നീ വരും, എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക. മീര ഒരു പാവം പെൺകൊച്ചാടാ. നിന്നെയും അവളെയും ഞാൻ ചേർത്ത് വെക്കാം. എനിക്ക് അത് മതിയടാ. അത് കഴിഞ്ഞ് ഞാൻ ചത്താലും കുഴപ്പമില്ലടാ. എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. ഞാൻ ഈ നാട് വിട്ട് പൊക്കോളാവുന്നേ. ഹലോ, ഒരു മിനിറ്റ്. നിങ്ങൾ വിചാരിക്കുന്ന രുദ്രൻ ഞാനല്ല. എന്റെ പേര് സുരേന്ദർ. ഞാൻ ലയോള കോളേജിൽ വിസ്കോം പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഏരിയയിലെ കായർ പാലത്തില് തുടർച്ചയായി ആക്സിഡന്റ് നടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞ് അത് ലൈവായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഈ പാലത്തിനെ കുറിച്ചോ ശിവനേശന്റെ കൊലപാതകത്തിനെ കുറിച്ചും അറിയുമെന്ന് പറഞ്ഞായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്ന് പറയാൻ പറ്റുമോ? പറയൂ. ഹലോ, നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി പ്ലീസ്. എന്താടാ രുദ്ര, നിനക്ക് എന്തെങ്കിലും വട്ട് പിടിച്ചിട്ടുണ്ടോ? നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? തലയ്ക്ക് വെളിവില്ലാതെ പോയോ നിനക്ക്? എന്താടാ നീ പറയുന്നേ? മീരയെ നിനക്ക് അറിയില്ലെന്നോ? ആരാണെന്നോ? എന്ന് വെച്ചാ ഞാൻ ആരാണെന്നോ അറിയില്ലെന്ന് പറയുമല്ലോ നീ. ഇത് മീര അറിഞ്ഞാൽ എത്രമാത്രം സങ്കടപ്പെടുമെന്ന് അറിയാവോ? എടാ, എന്താ പറ്റിയത്? എന്താടാ? USA വിസ കിട്ടി, നീ ഫോറിന് പോവാൻ പോവാണെന്നൊക്കെ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അതിനുള്ളിൽ എന്തിനാ ബാഗ് എടുത്തോണ്ട് വരുന്നത്? ശരി, അവിടെ നിൽക്കണ്ട. അകത്തേക്ക് വാ. വരൂ, വാ. ഇരിക്കടാ, നിങ്ങളും ഇരിക്ക. മീര, നമസ്കാരം. എടാ, എന്താ പറ്റിയത്? ഒരു പ്രശ്നം. വീട് വിട്ട് ഓടി വന്നു. എന്ത് വീട് വിട്ട് നിങ്ങൾ ഒളിച്ചോടി വന്നു? എന്തേ? ദൈവത്തോട് കുറെ നേരം നീ സംസാരിക്കുന്ന കണ്ടായിരുന്നല്ലോ. എന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തോട് നന്ദി പറയായിരുന്നു. പ്രാർത്ഥനയോ? എന്ത് പ്രാർത്ഥന? നീ USA വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോ ഞാൻ 48 ദിവസം ഉപവാസം എടുക്കാന്ന് പ്രാർത്ഥിച്ചിരുന്നു. പെട്ടെന്ന് നീ ഇന്നലെ ഫോൺ ചെയ്ത് വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. സത്യം പറഞ്ഞ എനിക്ക് ഫോറിനിൽ പോകുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അതെന്താ? അതെ, ഡെയിലി നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്യാറുണ്ട്. 10 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി. നമുക്ക് മെയിലിൽ ചാറ്റ് ചെയ്യാം, വെബ് ക്യാമിൽ കാണാം, സംസാരിക്കാം. ഇതിനു വേണ്ടിയാണോ വിഷമിച്ചത്? എന്താണെങ്കിലും അടുത്തുള്ളത് പോലെ വരുമോ? ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ചില ത്യാഗങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. ത്യാഗം ചെയ്യാതെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല മോനെ. സച്ചിൻ ടെണ്ടുൽക്കർ 16 വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ വന്നതാ. അപ്പോ ആ ടീനേജിൽ കിട്ടേണ്ട എല്ലാ സന്തോഷവും അദ്ദേഹം ത്യാഗം ചെയ്തിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം ഓസ്ട്രേലിയൻ ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോ മൊത്തം പബ്ലിക്കും അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യും. അറിയാലോ നിനക്ക്. അപ്പൊ ടെണ്ടുൽക്കറുടെ അത്രയും വരുമെന്ന് പറയുന്നത്? ഉറപ്പായും പറ്റും. നിന്നെ കൊണ്ട് സാധിക്കും. ഫോറിനിൽ പോയി 2 വർഷം ജോലി ചെയ്തിട്ട് വന്ന ഫോറിൻ റിട്ടേൺ നിനക്കിവിടെ പേര് കിട്ടും. അതിനുശേഷം വലിയ വലിയ കമ്പനീസിൽ നല്ല സാലറിയിൽ നിനക്കിവിടെ ജോബും കിട്ടും. ഫ്യൂച്ചറിൽ
സമാധാനത്തോടെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്തോടോ? അതിന്റെ അമ്മാവനാ. വാ വേഗം പോകാം. അഴിമതി ഇല്ലാത്ത ഇന്ത്യയെ ഉണ്ടാക്കാൻ പറ്റില്ല സാർ. എന്തിനോട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? എന്താ സാർ, ഏതാ സാർ ആവശ്യമില്ലാത്ത ചോദ്യം? രാജ്യം മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കിടക്ക. പാർലമെന്റ് 8 തവണയായി മുടങ്ങിക്കിടക്കുന്നു. പാർലമെന്റിൽ വരെ ഡെയിലി വഴക്കുണ്ടാക്കുമ്പോ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യാനാടോ? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അഴിമതി ഇല്ലാതാക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് സാർ. അല്ല, താനെന്ന സ്റ്റേഷനിൽ എന്തോ വഴക്കുണ്ടാക്കി ഷർട്ടൊക്കെ കീറി നിന്നില്ലേ? എന്താ സംഭവിച്ചത്? സാറേ, അതൊന്നുമില്ല സാറേ. എന്റെ പാർട്ടിയുടെ ഒരു കേസ് ഞാൻ അവന്റെ അടുത്ത് കൊടുത്ത് ഡീൽ ചെയ്യാൻ പറഞ്ഞു. അവൻ ഞാൻ തന്നെ അറിയാതെ 20,000 രൂപ അടിച്ചു മാറ്റി സാറേ. അടിച്ചു മാറ്റിയ എനിക്കും കുറച്ച് തരണ്ടേ സാറേ? അത് ചോദിച്ചപ്പോ അവന് ദേഷ്യം വരുന്നത് സാറേ. അതുകൊണ്ട് അവന്റെ മുഖത്തിട്ട് ഞാനൊരു കുത്തുകുത്തി. താനൊക്കെയാണോ നാട് നന്നാക്കാൻ പോകുന്നേ? തന്റെ ലെവൽ വെച്ച് തന്നെ താൻ 2 വീട് വാങ്ങിയില്ലടോ. അത് തന്റെ ശമ്പളം. അതാ സാറേ ഞാൻ ചോദിക്കുന്നത്. എന്റെ ലെവലിൽ തന്നെ ഞാൻ കൈക്കൂലി വാങ്ങി 2 വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് എത്ര വാങ്ങിച്ച് സെറ്റിൽ ആയിട്ടുണ്ടാവും? ആ ഒരു ആകാംക്ഷ കൊണ്ടാ ചോദിക്കുന്നത്. കാശൊക്കെ എവിടുന്ന കിട്ടുന്നെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ സാറേ മറുപടി ഒന്നും പറയാത്ത? ഞാൻ സിംഹക്കുട്ടിയാ. തന്നെ പോലെ വൃത്തികെട്ടവനൊന്നുമല്ല. ഞാൻ അഭിമാനമുള്ളവനാ. ആ പിന്നെ എന്ത് അഭിമാനം? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാവി വധു അതാ അവിടെ ഒരുത്തന്റെ കൂടെ അഴിഞ്ഞാടാ. ഇവിടെ അവിടെ വണ്ടി നിർത്തണോ? വണ്ടി നിർത്ത്. ആ നിർത്താൻ. താനെന്തോ നേരത്തെ പറയാത്തെ? അത് നിങ്ങൾ കാണണ്ടെന്ന് വെച്ചാണ് ആവശ്യമില്ലാതെ ഞാൻ രാജ്യത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നത്. നിങ്ങൾ അഭിമാനം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. തിരിക്ക്, വണ്ടി തിരിക്കണോ? സാറേ വേണ്ട സാറേ. പൊതുസ്ഥലത്ത് വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ദേഷ്യം വരാത്ത പെണ്ണിനും ദേഷ്യം വരും. ഇപ്പൊ എനിക്ക് മാത്രം അറിയാവുന്ന സംഗതി നാളെ നാട് മുഴുവൻ പരക്കും. എടോ മിണ്ടാതെ വണ്ടി ഓടിക്കേ. ആ വിട് വിട്. അല്ല ചേച്ചി, നിങ്ങളുടെ മോളെവിടെ? എന്തേ അമ്പലത്തിൽ പോയിരിക്കുവാ? അവൾ അമ്പലത്തിലേക്കൊന്നുമല്ല പോയത്. ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ നീയും എന്നോട് നുണ പറയാൻ തുടങ്ങിയല്ലേ? സിംഹമാണോ ഇപ്പൊ എങ്ങനെ നാണം കെടാൻ പോകുന്നെന്ന് കണ്ടോ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ വീണ്ടും അവന്റെ കൂടെ കറങ്ങാൻ വിട്ടേക്കോണോ? ഞാൻ പറഞ്ഞാ നിങ്ങൾക്കൊന്നും ഒട്ടും വിലയില്ലല്ലേ? അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് ശരിയാണെങ്കിൽ ഞാനല്ല ഈ നാട്ടുകാർ ചോദിക്കുന്നതിന് പോലും ഒരു ന്യായം വേണം. എനിക്ക് അവകാശമുള്ളതാ. നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ട് അവള് പിറന്നതിന് ശേഷം കാതുകുത്ത് അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്ത മാമന് അവളെ കല്യാണം കഴിക്കാൻ അവകാശമില്ലേ? നമ്മൾ വെച്ച മരം എന്ത് ചെയ്യണമെന്ന് മരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവളൊരു മരമൊന്നുമല്ല, ഇത് മനസ്സുകൾ സംബന്ധമുള്ള കാര്യമാണ്. നീ അവളും തമ്മിൽ എത്ര പ്രായവ്യത്യാസമുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. 2 കുട്ടികളുണ്ടായി തീരില്ലേ? എടീ നീ എങ്ങോട്ട് ആരെങ്കിലും കിളിയെ വളർത്തി കുരങ്ങന്റെ കൈ? പെരുമാളെ, ഇത് ശരിയല്ല, തെറ്റാണ്. നിനക്ക് 4 പേരുടെ മുമ്പിൽ കല്യാണം ചെയ്ത് വെച്ചല്ലേ? നിന്റെ കൂടെ ജീവിക്കാൻ വന്ന പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് നീ പറഞ്ഞു വിട്ടവനല്ലേ? അതുകൊണ്ടല്ലേ 2 ഗ്രാമങ്ങൾ തമ്മിൽ വഴക്കായി ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നത്. ഓർമ്മയുണ്ടോ നിനക്ക്? ഈ ഗ്രാമത്തിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല പെണ്ണാടാ ഇത്. അതിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. നിന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലല്ലോ, വിട്ടുകളാ. തന്റെ ഭാര്യക്ക് തന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നേ. എന്നിട്ട് അവര് ജീവിക്കുന്നില്ലേ? എടി, എന്നെ ഇഷ്ടമല്ലെന്ന് നീ ഇവനോട് പറഞ്ഞോ? ഏർപ്പോഴത് ഇനിയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. അടുത്ത ആഴ്ച തന്നെ കല്യാണം നടക്കണം. അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണോ? ഞങ്ങൾ 2 പേരും മാത്രം വേണമെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചോ? ഇനി എന്നെ പറ്റിക്കാനാണ് അമ്മയും മോളും വിചാരിക്കുന്നെങ്കിൽ 2 ഞാൻ വെറുതെ വിടില്ല. വീട് പൂട്ടി 2 അകത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിക്കും. മോള് പേടിക്കണം മോളെ. നീ 4 പേരെ വിളിക്കേ, നമുക്ക് അവരോട് സംസാരിക്കാം. ആരെ വേണമെങ്കിലും വിളിച്ചോ, അറിയാവുന്നവരൊക്കെ വിളിച്ചോ. ഒളിച്ചോടി നാട് വിട്ടുപോയ പ്രണയ ജോഡികളെ കണ്ടുപിടിച്ച് പഞ്ചായത്തിൽ വെച്ച് തീരുമാനമെടുത്തതിന് ശേഷം അവര് മരത്തിൽ കെട്ടിത്തൂങ്ങിയില്ലേ? എന്നിട്ട് നാട്ടുകാരെ അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. ആ കേസ് ഞാൻ തന്നെയാ ഡീൽ ചെയ്യുന്നേ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അകത്തിടും. ഇനി മേലാൽ എന്റെ കാര്യത്തിലെങ്ങാനും തലയിട്ടാലുണ്ടല്ലോ